നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മലയാളികളുടെ ഏറെ പ്രിയപ്പെട്ട ഒരു നാടിന്റെ സ്വന്തമായിരുന്ന കലാകാരനായിരുന്നു അനൂപ് മാഷ്. അദ്ദേഹത്തിന്റെ പെട്ടെന്നുള്ള വിയോഗത്തിന് പിന്നാലെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വന്ന പോസ്റ്റുകളും സന്ദേശങ്ങളും ഒക്കെ തന്നെ അനൂപ് മാഷ് ആരായിരുന്നു എന്നതിന് ഏറ്റവും വലിയ തെളിവായിരുന്നു. ഒരുപക്ഷെ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു തന്റെ നാട് തന്റെ പേരിൽ കൂടി അറിയണമെന്ന്. ഇപ്പോൾ അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അപ്പോഴും അദ്ദേഹം പെട്ടെന്ന് നമ്മളെല്ലാവരും വിട്ടുപോകാനുള്ള കാരണം എന്തായിരുന്നു എന്നായിരുന്നു അതിൽ പലരുടെയും സന്ദേശം എന്ന് പറയുന്നത്. അതിനിപ്പോഴിതാ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സഹപ്രവർത്തകരും സുഹൃത്തുമായ ഒരു വ്യക്തി എന്താണ് അദ്ദേഹത്തിന്റെ കുടുംബജീവിതത്തിൽ സംഭവിച്ചതെന്ന് വിശദീകരിക്കുകയാണ്. സത്യത്തിൽ നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിലൊക്കെ തന്നെ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമ്മളൊക്കെ തന്നെ ഒന്ന് ആശ്വസിക്കുകയാണെങ്കിൽ, നമ്മളൊക്കെ തന്നെ ഒന്ന് വേണ്ട എന്ന് വെക്കുകയാണെങ്കിൽ ഇല്ലാതാകാവുന്ന ചില പ്രശ്നങ്ങൾ, ചില കുടുംബ പ്രശ്നങ്ങൾ, അതൊക്കെ തന്നെയാണ് ഒരു വലിയ കലാകാരന്റെ അല്ലെങ്കിൽ ഒരു മനുഷ്യജീവൻ എടുത്തത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ഭാര്യ, മാതാവ് അടക്കമുള്ളവർ ഈ ഒരു പ്രശ്നത്തിന് പിന്നിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാണ് ആ ഓഡിയോ സന്ദേശത്തിൽ പറയുന്നത്. എന്തായാലും അനൂപ് മാഷ് മരിക്കാനുള്ള കാരണം എന്താണ് എന്ന് അദ്ദേഹം പറയും. നമുക്കൊന്ന് ആദ്യം കേൾക്കാം. അത്രയ്ക്കും നല്ലൊരു മനുഷ്യനായിരുന്നു. പിന്നെ എന്താ വെച്ചാൽ ഈ മ്യൂസിക് ആയിട്ട് നടക്കുന്ന സമയത്ത് ഈ ശനിയാഴ്ച വരെ സ്കൂളും അത് കഴിഞ്ഞ ശനി ഞായറും ആൾക്കൊരു കഫേല് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അപ്പോ പിന്നെ അത് കഴിഞ്ഞ ബാൻഡായിട്ട് നടക്കുന്നു. അപ്പോ അങ്ങനെ കിട്ടാത്ത വിഷമങ്ങളൊക്കെ ആയിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു പലപ്പോഴും വൈഫിനൊക്കെ ആയിട്ട്. പിന്നെ വൈഫിന്റെ അമ്മ കുറച്ച് പിടിവാശിക്കാരിയായിരുന്നു. അപ്പോ അവർക്ക് ഇവിടുന്ന് കുട്ടികളെ മക്കളൊക്കെ കൊണ്ട് അവിടെ കൊണ്ടുപോയി നിർത്തണം എന്നുള്ള ഒരു വാശി പോലെ ഉണ്ടായിരുന്നു. അതൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനിപ്പോ ലാസ്റ്റ് നമ്മുടെ തൃശ്ശൂർ പൂരത്തിന്റെ തലേദിവസം അന്ന് മാതൃഭൂമി ന്യൂസില് ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു. അന്ന് ഞാൻ എന്റെ മോനെയായിട്ട് ആളുടെ ഫ്ലാറ്റിൽ പോയിരുന്നു. അപ്പൊ ആളവിടെ ഒറ്റയ്ക്കുള്ളൂ. അപ്പൊ ഞാൻ പുറത്തുനിന്ന് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഇങ്ങനെ വൈഫിനായിട്ട് എന്തോ ഇഷ്യൂസ് ഉണ്ടെന്ന്. അപ്പൊ ഞാൻ അന്ന് സംസാരിക്കാൻ നോക്കി. പക്ഷെ ആൾക്ക് അതിനോട് ഞാൻ വൈഫ് എവിടെയാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോ പെട്ടെന്ന് അതിന് സ്കിപ്പാവ് ചെയ്ത് മുപ്പര്. അപ്പോ അത് സംസാരിക്കാൻ താല്പര്യമില്ലാത്ത പോലെ തോന്നി. അത് ആരെയായിട്ടും അങ്ങനെ തന്നെയാണ് അത്ര ആള് അങ്ങനെ വലിയ തുറന്ന് സംസാരിക്കൊന്നുമില്ല. ഞാൻ അനൂപ് മാഷെ ഒരു ചിരിയോടും കൂടിയിട്ട് മാത്രം കണ്ടിട്ടുള്ളൂ. അല്ലാതെ ഒരാളെ വിഷമിപ്പിക്കാനോ അല്ലാച്ചെങ്കിൽ ഇപ്പൊ വൈഫിനായാലും കുട്ടികളായാലും ആരെയായാലും ആൾക്കങ്ങനെ ഒരാളെ വിഷമിപ്പിക്കാനോ പിടിക്കാനൊന്നും പറ്റില്ല. മനസ്സിന് ധൈര്യമില്ലാത്തോണ്ട് ചെയ്തു പോയതാ. പക്ഷെ ആരോടെങ്കിലും ഒന്ന് തുറന്ന് പറയുകയായിരുന്നു വെച്ചെങ്കിൽ തീരാവുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ സാറേ. എന്തെന്നാ പറയാ, പോയി കഴിഞ്ഞു. ഇപ്പൊ നമുക്ക് പെട്ടെന്ന് അത് ഇതാക്കാനും പറ്റണില്ല, അഡ്മിറ്റ് ചെയ്യാനും പറ്റില്ല. നമുക്കിപ്പോ ആളുടെ ഒരു ആർക്കും നമുക്ക് നല്ല അറിയുന്ന ആർക്കും സഹിക്കാനും പറ്റുന്നില്ല. ഇപ്പോ ഈ ഒരാഴ്ച മുന്നേ ഒരു ഇന്നോവ കാറൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ സാമ്പത്തികമായിട്ടുള്ള അങ്ങനത്തെ വലിയ വിഷയങ്ങളൊന്നും അങ്ങനെയല്ല. അവർക്ക് ഇപ്പോ അമ്മ ഒക്കെ ടീച്ചറായിരുന്നല്ലോ. നല്ല കുറച്ച് സ്വത്തുക്കളും കാര്യങ്ങളൊക്കെ ഉള്ള ടീം തന്നെയാണ്. ഒരുപാട് കുട്ടികൾക്ക് സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് ഇൻസ്ട്രുമെന്റ്സ് വാങ്ങിച്ചു കൊടുക്കുക. അതേപോലെ കഴിവുള്ള കുട്ടികളൊക്കെ തെരഞ്ഞു പിടിച്ച് ഹെൽപ്പ് ചെയ്യുക. അതേപോലെ ഞാൻ തന്നെ അവിടെ ആൾക്ക് ശമ്പളമൊന്നും കുറെ കാലം കിട്ടാണ്ടൊക്കെ ഇരുന്നിരുന്നു. അതൊക്കെ ഇപ്പൊ ആ പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ സോൾവ് ആയി എന്നാണ് പറഞ്ഞത്. വെള്ളാറ്റൂർ വികസന സമിതി യോഗത്തിന്റെ സമാപന കലാവിരുന്നിൽ ഗാനം ആലപിച്ച ഇരുന്ന അനൂപ് വെള്ളാറ്റൂർ അദ്ദേഹം മടങ്ങുമ്പോൾ അദ്ദേഹം ആലപിച്ച ആ ഗാനം തന്നെയാണ് പലരുടെയും മനസ്സിൽ ഇപ്പോഴും ഉള്ളത്. പക്ഷെ ആ അദ്ദേഹത്തിന് വളരെ സന്തോഷവാനായി കാണപ്പെട്ടിരുന്ന അദ്ദേഹത്തിന്റെ കുടുംബജീവിതം അത്ര സന്തോഷത്തിലല്ലായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്നുള്ള ചില കാര്യങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. അദ്ദേഹത്തിന് ആരാധക വൃത്തങ്ങൾ അനവധി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് പാട്ട് കേൾക്കാനും അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ ഇരിക്കുവാനും ഒക്കെ തന്നെ ഇഷ്ടപ്പെടുന്ന നിരവധി കുട്ടികൾ ഉണ്ടായിരുന്നു. സത്യത്തിൽ അദ്ദേഹത്തിന്റെ ഈ വേർപാട് ആ കുട്ടികളെ മാനസികമായി ഒക്കെ തന്നെ വല്ലാതെ ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് ആത്മഹത്യക്കുറിപ്പ് അദ്ദേഹം എഴുതിയതെന്ന് കരുതുന്ന അദ്ദേഹത്തിന്റെ ആത്മഹത്യക്കുറിപ്പ് കണ്ടുകിട്ടിയിരുന്നു. അതിൽ എഴുതിയിരുന്ന കാര്യം എങ്ങനെയായിരുന്നു: എനിക്ക് എന്റെ മക്കൾക്ക് നല്ല ഒരു അച്ഛനാകാൻ കഴിഞ്ഞിരുന്നില്ല, നല്ലൊരു ഭർത്താവ് ആവാൻ കഴിഞ്ഞിരുന്നില്ല, നല്ലൊരു മകനാകാൻ കഴിഞ്ഞിരുന്നില്ല, എന്നോട് ക്ഷമിക്കൂ എന്നാണ് അദ്ദേഹത്തിന്റെ ആത്മഹത്യക്കുറിപ്പിൽ പറഞ്ഞിരുന്നത്. കഴിഞ്ഞ ഒരു മാസമായി അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും തമ്മിൽ ഒരുമിച്ചല്ല താമസിച്ചിരുന്നത് എന്നാണ് പറയുന്നത്. ഇനോവയൊക്കെ തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ അദ്ദേഹം എടുത്തിരുന്നു. പക്ഷേ ഇനോവയൊക്കെ എടുത്ത് അദ്ദേഹത്തിന്റെ ഏറ്റവും ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു. പെട്ടെന്ന് അദ്ദേഹം മരിക്കുമോ എന്ന് അതിൽ അറിയില്ല.
ഒരുപക്ഷെ മരിക്കുന്നതിന് മുൻപ് ആ മണിക്കൂറിൽ അദ്ദേഹത്തിന് വന്ന ഫോൺ കോൾ ഡീറ്റെയിൽസ് ഒക്കെ അടക്കം പോലീസ് തിരയുകയാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളൊക്കെ തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഈ ഒരു ആത്മഹത്യയിൽ ഒരു അന്വേഷണം കൃത്യമായി നടക്കേണ്ടതുണ്ട്, എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത് നമുക്ക് അറിയേണ്ടതുണ്ട് എന്ന അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ പറയുന്നുണ്ട്. എന്തായാലും പലരും പറയേണ്ട എന്ന് ഒന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങളൊക്കെ തന്നെ പറയുകയാണ്. അദ്ദേഹം ഒരുപാട് ദുഃഖത്തിലായിരുന്നു എന്ന് ഞങ്ങൾക്ക് അറിയാം. പക്ഷെ പലപ്പോഴും സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ അത് വേണ്ട എന്ന് അദ്ദേഹം തന്നെയാണ് അത് വേണ്ട എന്ന് പറഞ്ഞു പോകുന്നത്. ഒരുപക്ഷെ നമ്മളോടൊക്കെ തന്നെ തുറന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സിലെ ആ വിഷമത്തിന്റെ ഭാരം ഒന്ന് കുറയുമായിരുന്നു എന്നൊക്കെ തന്നെ പറയുകയാണ്. എന്തായാലും കുട്ടികളെ തന്നിൽ നിന്നും അകറ്റാൻ വീട്ടുകാർ ശ്രമിച്ചിരുന്നു അടക്കമുള്ള കാര്യം അദ്ദേഹത്തിന് ഒരിക്കൽ പോലും അത് ആശ്വസിക്കാനുള്ള വകയുള്ള കാര്യമല്ലായിരുന്നു എന്നാണ് പറയുന്നത്. അതിനെ എപ്പോഴും വിഷമിപ്പിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. മറ്റു ചില കുടുംബജീവിതത്തിൽ നടന്ന ചില സംഭവങ്ങളെ കുറിച്ചും ഇത് പറയുമ്പോൾ സത്യത്തിൽ ആ സുഹൃത്തിന് സംസാരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. സുഹൃത്തിന്റെ ഖണ്ഡം ഇടറുകയായിരുന്നു. കണ്ണീരോടുകൂടിയാണ് അദ്ദേഹത്തെ അനൂപ് സാറിനെ ഓർത്തത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. നമുക്ക് ഒന്നുകൂടി കേൾക്കാം. അല്ല, ഇവർ രണ്ടുപേരെ ഇവരുടെ വീട്, ഒരാളുടെ വീട് വെള്ളാറ്റഞ്ഞൂരും ആയിരുന്നു. പക്ഷെ ഇവരെന്താ വെച്ചാൽ വിവേകോദയത്തില് സ്കൂളിലേക്കൊക്കെ പോവാൻ വേണ്ടിയിട്ടും അതേപോലെ സ്റ്റുഡിയോ ഉണ്ട്, അല്ലെങ്കിൽ ആൾക്കൊരു സ്റ്റുഡിയോ ഉണ്ട്. അപ്പൊ അതിന്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇവര് ഫ്ലാറ്റ് എടുത്ത് താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇപ്പൊ ഒരു 1.5 മാസമായിട്ട് വൈഫിന്റെ വീട്ടിലാ അവിടെയാണുള്ളത്. ഇയാൾ ഒറ്റയ്ക്കായിരുന്നു അവിടെ വീട്ടിലുണ്ടായിരുന്നത്, ഫ്ലാറ്റിൽ താമസിച്ചുകൊണ്ടിരുന്നത്. ഫ്ലാറ്റ് എവിടെയായിരുന്നത്? ടൗണിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. അപ്പോ ഞങ്ങള് ഇടയ്ക്ക് അവിടെ നമ്മളെ തൃശ്ശൂർ പൂരത്തിന്റെ തലേദിവസമൊക്കെ ഞാൻ അവിടെ പോയിരുന്നു. അപ്പൊ ആള് ഒറ്റയ്ക്ക് താമസിക്കുമ്പോ ഞാൻ അങ്ങനെ ചോദിച്ചു അവിടെ എന്റെ വൈഫ് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ ആള് നല്ല ഷെയർ ചെയ്യാൻ താല്പര്യമില്ലാത്ത കൂട്ടുകാരോട് പോലും പറഞ്ഞിരുന്നില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ ഈ വൈഫിന്റെ വീട്ടുകാരുമായിട്ടുള്ള ഒരു ഭിന്നതയാണ് ഇത് കാരണം അല്ലേ? അതെ, വൈഫിന്റെ അമ്മയായിട്ടുള്ള പ്രശ്നമാണ്, അമ്മേനായിട്ടുള്ള ഇഷ്യൂസാണ് എനിക്ക് കാരണമായത്. അങ്ങനെ വൈഫിനായിട്ടൊന്നും ആള് ഒരു വിഷയങ്ങളും ഇല്ലാന്നേ. അങ്ങനത്തെ ഒരാളായിട്ടും ഒരു പിണങ്ങിയിരിക്കാനോ അങ്ങനെ ഒന്നും ചെയ്യാൻ അങ്ങനെ പറ്റാത്തൊരു മനുഷ്യനാണ്. എന്തിനാണ് അനൂപ് സാറെ ഇങ്ങനെ ചെയ്തത് എന്ന് തന്നെയാണ് പലരും ചോദിച്ചത്. ഒരുപക്ഷെ അനൂപ് സാറിന് നമ്മളൊക്കെ തന്നെ കാണാത്ത, നമ്മളൊന്നും അറിയാത്ത ഒരു മുഖം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഈ ഒരു ഓഡിയോ സന്ദേശം കേൾക്കുമ്പോൾ അറിയാൻ സാധിക്കുകയാണ്. ഒരു വേദനയുടെ, ഒരു വിരഹത്തിന്റെ, കുടുംബജീവിതം സന്തോഷകരമായി മുന്നോട്ട് പോകാത്തതിന്റെ ഒക്കെ തന്നെ ഒരു വേദന അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന് നിരന്തരം ബിസി ഷെഡ്യൂൾ ആയിരുന്നു എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ കലാകാരന്മാരായിരിക്കുന്ന പലർക്കും ഉണ്ടാകുന്ന തിരക്കുകൾ അദ്ദേഹത്തിനും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബം ശ്രദ്ധിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ലേ എന്നടക്കമുള്ള ചോദ്യങ്ങളും ഉയരുകയാണ്. എന്തായാലും എല്ലാ കുടുംബത്തിലും ഉണ്ടാകുന്ന പോലെയുള്ള ചില ദുഃഖങ്ങൾ, ചില പ്രശ്നങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തിലും ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ അപ്പോഴും നമ്മൾ ജീവനോടെ ഉള്ളവർ ഒന്ന് ചിന്തിക്കുക. പലതരത്തിലുള്ള ഈഗോകൾ മാറ്റിവെക്കുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ കുടുംബജീവിതം വളരെ സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല. പല ജീവനുകളും ഇങ്ങനെയാണ് വിഴിയുന്നത്. പല ദേശത്തിന് പുറത്ത് ഒന്ന് പേടിപ്പിക്കാമെന്ന് കരുതിയൊക്കെ തന്നെ ചെയ്യുന്നതാണ് ഒരു പക്ഷേ ഇങ്ങനെ ജീവൻ പോലും നഷ്ടമാകുന്ന ഘട്ടത്തിലേക്ക് കൊണ്ട് എത്തുന്നത്. ഇത് ഒരിക്കലും നമുക്ക് ആശ്വസിക്കാനുള്ള വക തരുന്ന വാർത്തയല്ല എന്നുള്ള കാര്യമാണ്. അനൂപ് മാഷിനെ സ്നേഹിച്ച ആളുകളുടെ മനസ്സിൽ ഇപ്പോഴും അദ്ദേഹം ഉണ്ടാകുമെന്നാണ് മന്ത്രി ബിന്ദു അടക്കമുള്ളവർ എഴുതിയിരുന്നു. ഇന്ന് നമ്മുടെ ഈ ലോകത്ത് നിങ്ങൾ വിട്ടുപോകിയാലും നിങ്ങളുടെ ചിരി നമ്മുടെ ഈ ലോകത്ത് ഉണ്ടാകും, അതൊരിക്കലും മായുകയില്ല, മറയുകയില്ല എന്ന വളരെ വേദനയോടുകൂടി അദ്ദേഹത്തിനെ ഓർത്തുകൊണ്ട് മന്ത്രി ബിന്ദു അടക്കമുള്ളവർ എഴുതിയത് ഇന്നും നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട്.